वाले हैं मार देंगे बजरंग दल। दुआ प्रार्थना वाले हैं मार देंगे बजरंग दल। बजरंग दल घर भर को मारता मोबाइल कराओ चालू है कोई नहीं तेरी माँ का चल चल बाहर। से चल रहा बजरंग दल पे सब उठ जाएंगे। अभी प्रशासन आ रही है। चलो मेरी बात है। ഉത്തർപ്രദേശിലെ അസംഗഡ് ജില്ലയിലെ നർഹർ എന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണിത്. അവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന ക്രിസ്തീയ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ബജരംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു കയറുകയായിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആ പുരോഹിതനെ അവർ ശക്തമായിട്ട് ആക്രമിക്കുന്നുണ്ട്, വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട്. പങ്കെടുക്കാൻ വന്ന സ്ത്രീകളോട് വളരെ അശ്ലീലമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് അവർ പെരുമാറുന്നുണ്ട്. പിന്നെ അവർ ഭീഷണി, ഞങ്ങൾ ബജരംഗ് ദൾ പ്രവർത്തകരാണോ, ഞങ്ങൾ വെട്ടിക്കളയും, കീറിക്കളയും, മാന്തിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ കാര്യം? എന്തിനാ ഇവര് വെട്ടും കീറും മാന്തൊക്കെ ചെയ്യുന്നത്? പ്രാർത്ഥിച്ചതിന്. ഉത്തരേന്ത്യയിൽ സമീപകാലത്തായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ അധികം കൂടി വരുന്നുണ്ട്. ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളിൽ വലിയ രീതിയിലാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തായാലും, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രാർത്ഥനയോ മറ്റോ കാണുമ്പോൾ ചില ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ അസ്വസ്ഥത ഉണ്ടാകുന്നത്? ഒരാൾ സ്വന്തം വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോഴേക്കും എന്തിനാണ് ഇത്ര ഭയവും അസഹിഷ്ണുതയൊക്കെ ഇവർ കാണിക്കുന്നത്? സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഇഷ്ടമുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം. മറ്റുള്ളവരുടെ പ്രാർത്ഥന കാണുമ്പോഴേക്കും അസ്വസ്ഥപ്പെടുന്നതിനേക്കാൾ, അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ സ്വന്തം വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാനും സ്വന്തം ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ആർജവല്ലേ ഇത്തരത്തിലുള്ള ആളുകൾ കാണിക്കുന്നത്? ഇവരെപ്പോഴാണ് പ്രാർത്ഥിക്കാം? ഇത്തരം ആളുകൾ മറ്റൊരു മതക്കാരൻ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴേ ഇവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ ഇവരൊന്നും ജന്മം പ്രാർത്ഥിക്കൂല. ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി കൊണ്ടോ അക്രമം കൊണ്ടോ ആളുകളുടെ മനസ്സിനെയോ അവരുടെ മനസ്സിലെ വിശ്വാസത്തെയോ സ്വാധീനിക്കാൻ ആർക്കും ഒരിക്കലും സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഈ ലോകത്ത്. ഇപ്പൊ ഞാനൊരു മതവിശ്വാസിയാണ്. എനിക്കിപ്പോ ഞാൻ നിലവിൽ നിൽക്കുന്ന മതത്തിൽ പോരാ, ദൈവം അത്രക്കാലം സ്ട്രോങ് പോരാ, അതിനേക്കാൾ നല്ല അപ്പുറത്തുള്ള അവന്റെ മതം ഞാൻ സ്വീകരിക്കലാണ് എനിക്ക് കൂടുതൽ നല്ലത്. അതാകുമ്പോൾ ദൈവം ഉണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പൊ ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു വിശ്വാസം പൂർണ്ണമായിട്ടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഈ നാട്ടിലുണ്ട്. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സെലക്ഷനാണ്. എന്റെ വ്യക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ ആരാണ് ഇവരൊക്കെ? ആർക്കാണ് അത് അധികാരം? പിന്നെ ഇത്തരം അക്രമം നടത്തുന്ന ആളുകൾ പതിവായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടത് എന്നാണ്. എന്തൊരു മണ്ടത്തരാണ് ഇവർ പറയുന്നത് നോക്കി. നിർബന്ധിത മതപരിവർത്തനം പോലും ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഈ സമൂഹത്തിൽ എന്നല്ല ഒരു മനുഷ്യന്റെ അടുത്തും നമുക്ക് സാധിക്കില്ല. നിർബന്ധിച്ച് എങ്ങനെയാണ് ഒരാളെ മതം മാറ്റുക? ഇറ്റ്സ് ഇമ്പോസിബിൾ, അട്ടർ നോൺസെൻസ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. നിർബന്ധിച്ച് ആരെയും മതം മാറ്റാൻ സാധിക്കില്ല. പണമോ മറ്റ് ഭൗതിക സൗകര്യങ്ങളൊക്കെ നേടിക്കൊടുത്താൽ ഒരാളെ വസ്ത്രം മാറ്റാനോ അയാളെ വീട് മാറ്റാനോ ഒക്കെ നമുക്ക് പറ്റും. ഈ മതം മാറ്റാൻ എങ്ങനെയാണ് പറ്റുക? നിങ്ങൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്.
എങ്ങനെയാണ് പണം കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രലോഭനം കൊടുത്ത് മതം മാറ്റുക? അതെങ്ങനെ ലോജിക്കലാവുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച്. ഇനിയിപ്പോ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം, $100 കൊടുത്തു ഒരാൾ മതം മാറണം. അയാൾ ഏത് മതത്തിൽ പോയാലും അയാളെ ഉള്ളിലുള്ള വിശ്വാസം തകർക്കാൻ കഴിയോ? അയാളെ പേര് മാറ്റി അയാളെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം തകർക്കാൻ കഴിയോ? മുൻപ് അവൻ ഏത് മതത്തിലായിരുന്നോ ഉണ്ടായിരുന്നത്, ആ സമയത്ത് എന്തിനെയാണോ പ്രാർത്ഥിച്ചിരുന്നത്, അത് അവന്റെ ഉള്ളിൽ അപ്പോഴും കാണും. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, വിശ്വാസം എന്നത് മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സാധനമാണ്. അതിനെ പെർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കൂട്ടം വിശ്വാസികളുണ്ട്, കടന്നു വരുന്ന മതത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്നെല്ലാം പറയുന്നത്. പക്ഷെ ഈ നിർബന്ധിത മതപരിവർത്തനം എന്നത് ലോക പൊട്ടത്തരമാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല, അങ്ങനെ ആർക്കും സാധിക്കില്ല. ഉറച്ച വിശ്വാസമുള്ള ഒരാളെ അങ്ങനെ നിർബന്ധിച്ച് പെർച്ചേസ് ചെയ്യാനും പറ്റില്ല. അത് മനസ്സിലാക്കണം. ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ പറയുന്നവര്, ഞാൻ നിലവിൽ നിൽക്കുന്ന മതത്തെക്കുറിച്ച് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, എന്നാൽ ഒരു പുരോഹിതൻ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മതമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായാലേ ആളുകൾ മതം മാറുള്ളൂ. അല്ല $100 $500 വേണ്ടി ആരും മതം മാറില്ല. അങ്ങനെ മതമാറ്റം അസാധ്യമാണ്. അക്രമത്തിലൂടെയും ഭീഷണിയിലൂടെയും മറ്റൊരു വിശ്വാസത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ ആരാണോ ഇവിടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ വിശ്വാസത്തിന്റെ ദുർബലതയാണ് ഇവിടെ വെളിവാകുന്നത്. ഏതൊരു മതവിശ്വാസത്തെയാണോ ഇവർ പ്രതിനിധീകരിച്ച് വരുന്നത്, ആ മതത്തിനെ ഇവർ പോലും അറിയാതെ അപമാനിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വാസ്തവത്തിൽ ഇതല്ല ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ സ്വന്തം വിശ്വാസത്തിൽ പോലും യാതൊരു രീതിയിൽ ഉറപ്പും ആത്മവിശ്വാസവും ഇല്ലാത്തവരാണ് മറ്റുള്ളവരുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ പേടിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം മതത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇവർ മറ്റു മതക്കാരുടെ ആരാധനയൊക്കെ പേടിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എന്താണ്, അവനവൻ നിൽക്കുന്ന മതത്തിൽ ആത്മവിശ്വാസമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത്തരം അക്രമത്തിലൂടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇവർ എന്തൊരു കാര്യത്തെയാണോ തടയാൻ ശ്രമിക്കുന്നത്, അത് കൂടുതൽ വ്യാപകമാകുകയാണ് ചെയ്യുക. അതായത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. സത്യത്തിൽ ഇത്തരം മതങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്തി കൊടുക്കുന്നത്. വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ്. അവർക്ക് ഒരു പക്ഷേ $1 കോടി പോലും കൊടുത്താൽ ലഭിക്കാത്തൊരു മാർക്കറ്റിംഗ്. എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കും. അപ്പൊ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് അറിയാനുള്ള ഒരു ത്വര ആളുകൾക്കുള്ളിൽ ഉണ്ടാവും. ഈ പുരോഹിതന്മാർ ഇത്രയും കാലം നടത്തിയിട്ട് അവർക്ക് ലഭിക്കാത്തത് ഇത്തരം അക്രമങ്ങളിലൂടെ ഇത്തരം ആളുകൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഏതൊരു പ്രത്യയശാസ്ത്രത്തെയാണോ അക്രമം കൊണ്ടും അടിച്ചമർത്തലുകൾ കൊണ്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അത് കൂടുതൽ സമൂഹത്തിൽ വളരുകയുള്ളൂ. ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം ഇതിന് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയണം. ക്രിസ്തുമതത്തിന്റെ ആരംഭകാലത്തെ ചില സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കറിയാം, റോമ സാമ്രാജ്യത്തിലെ പ്രധാന ദൈവങ്ങളായത് ആരൊക്കെയായിരുന്നു? അപ്പോളോ, മാഴ്സ്, ജൂപ്പിറ്റർ, വീനസ്, മിനർവ, ഇതൊക്കെയായിരുന്നു പുരാതന റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള സ്ഥലങ്ങളിലെ ദൈവങ്ങള്. ഇന്ന് ഈ ദൈവങ്ങളെ കുറിച്ചുള്ള നിങ്ങൾ എവിടെങ്കിലും കേൾക്കുന്നുണ്ടോ? എവിടെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ മിനർവയും അപ്പോളോയും ജൂപ്പിറ്ററും മാഴ്സും വീനസൊക്കെ റോമ സാമ്രാജ്യത്തിന്റെ പ്രതാപികളായ ദൈവങ്ങളായിരുന്നു. ഇന്ന് ഇവരെ കുറിച്ച് നമ്മൾ എവിടെയും കേൾക്കുന്നുണ്ടോ? ഇവരുടെ പേരിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടോ? ഇവരൊക്കെ ചരിത്രത്തിന്റെ പുസ്തകത്താളിലേക്ക് മറഞ്ഞുപോയി. എങ്ങനെ മറഞ്ഞുപോയത്? ക്രിസ്തു മതത്തിന്റെ ആരംഭകാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ പ്രചരണവുമായി ആളുകൾ പോവാണ്. ആളുകൾ പോയിട്ട് എന്താ സംഭവിച്ചത്? പ്രചരണത്തിന് പോയ ക്രിസ്ത്യാനികളെ വലിയ രീതിയിൽ ആക്രമിച്ചു, കൂട്ടക്കൊല ചെയ്തു. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടക്കൊല ചെയ്തു, ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ചു എന്ന പേരിൽ. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് യൂറോപ്പിൽ ക്രിസ്ത്യാനികളെ വളരെ കൂടുതലായി കാണുന്നത്. എവിടെ പോയി ജൂപ്പിറ്റർ? എവിടെ പോയി മാഴ്സ്? എവിടെ പോയി മിനർവ? എവിടെ പോയി അപ്പോളോ? എവിടെ പോയി വീനസ്? ഈ ദൈവങ്ങളൊക്കെ എവിടെ? നമ്മൾ ആരും കേൾക്കുന്ന പോലുമില്ല. പല ആളുകളും ഞാൻ പറയുമ്പോഴായിരിക്കും അറിയുന്നത് ഇങ്ങനെയൊക്കെ ദൈവങ്ങൾ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന്. അത് സത്യമാണ്. ഇന്ന് ഇവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. എവിടെ പോയി ഇവര്? എന്താണ് ഇവർക്ക് സംഭവിച്ചത്? മറ്റൊന്നുമല്ല, ക്രിസ്ത്യാനിറ്റി വന്നപ്പോ അതിനെ വളരെ ക്രൂരമായി നേരിട്ടതാണ് ഈ പറയുന്ന ദൈവങ്ങളുടെ വിശ്വാസികളൊക്കെ. അവർ കൂട്ടത്തോടെ ക്രിസ്ത്യാനി. എങ്ങനെയാണ് അവർ ക്രിസ്ത്യാനികളായത്? ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപ്പോളോ ദേവന്റെയും മറ്റും വിശ്വാസികള് ക്രിസ്ത്യാനികൾ വന്ന് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ചതോടെ അവരെ വളരെ വലിയ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങി. അവരെ ക്രൂരമായിട്ട് കൊല്ലാൻ തുടങ്ങി.
അതോടുകൂടി എന്തിനാണ് ഈ ആളുകൾ കൊല്ലപ്പെട്ടതെന്ന് ആളുകൾ അറിഞ്ഞു തുടങ്ങി. അവര് ക്രിസ്ത്യാനിറ്റി എന്നൊരു സാധനം കൊണ്ടാണ് വന്നത്. അപ്പൊ ആളുകൾ എന്താ ചെയ്ത്, എന്താണ് ഇവർ കൊണ്ടുവന്ന സാധനം എന്ന് അറിയാൻ ശ്രമിച്ചു. അങ്ങനെയാണ് യൂറോപ്പിൽ ക്രിസ്തുമതം വളർന്ന് പന്തലിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ബലം കണ്ടോ ഭീഷണി കണ്ടോ ഒന്നിനെയും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അതിനു പകരം ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ മതം മാറുന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കുക, എന്താണ് ഇതിന്റെ കോർ റീസൺ. ആ റീസണെ നമ്മൾ പരിഗണിക്കേണ്ടത്. അവരെന്തുകൊണ്ട് മതം മാറുന്നു? മിക്കവാറും ആളുകൾ വിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കും മാറുന്നത്. അപ്പൊ ആ റീസൺ നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. മറ്റു ചില ആളുകൾ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിൽ അന്നു എന്നുള്ളൊരു സാധനമാണ്. ഇതുകൊണ്ട് മാറുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഡിസ്ക്രിമിനേഷൻ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണോ നടത്തുന്നത്? അല്ല, അവർ ഏതൊരു സമൂഹത്തിലാണ് നിൽക്കുന്നത് അവിടുന്ന് തന്നെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അത്തരത്തിൽ അന്തസ് ഇല്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം. അപ്പൊ അന്തസ് തേടി അവർ പോവും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി? അതല്ലേ, ആ സാഹചര്യം അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളല്ലേ ഈ പ്രാർത്ഥന തടയാൻ ആളുകളൊക്കെ പരിഹരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാത്തോടത്തോളം കാലം ഇതൊക്കെ ഇനിയും ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. നിങ്ങൾ രണ്ട് കുന്തും വഴിയെടുത്ത് വന്നാൽ എന്താ അവസാനിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ കുന്തവും ഇതിനേക്കാൾ വലിയ വെട്ടുകത്തിയും ഇതിനേക്കാൾ വലിയ അരിവാളൊക്കെ കണ്ട് തളർന്ന് തഴമ്പിച്ചു വന്ന മതം തന്നെയാണ് ക്രിസ്ത്യാനിറ്റി. സമാധാനപരമായിട്ടുള്ള പ്രാർത്ഥനയും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും അക്രമം കൊണ്ട് നേരിടുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയെയാണ് വാസ്തവത്തിൽ ഇക്കൂട്ടർ പരിക്കേൽപ്പിക്കുന്നത്. ഇത്തരം വിദ്വേഷ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കടുത്ത രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികാരികളും ഭരണകൂടവും അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അക്രമം കൊണ്ട് ഒരു കൊടുങ്കാറ്റിനെ നിങ്ങൾക്ക് തടയാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഇതിന്റെ കോർ റീസൺ കണ്ടെത്തി അവിടെയാണ് പരിഹരിക്കേണ്ടത്. അത് പരിഹരിക്കാത്തോടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. അക്രമം കൊണ്ടൊന്നും ഇത് നേരിടാൻ പറ്റില്ല. ഇത് അക്രമങ്ങളെ അതിജീവിച്ചു വന്നൊരു പ്രസ്ഥാനമാണ്. ഇതിന്റെ ചരിത്രം അങ്ങനെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ക്രിസ്ത്യാനിയൊന്നല്ല. ഈ സംഭവത്തിൽ ക്രിസ്ത്യാനികളുടെ ഭാഗം പറയാൻ ഞാൻ ഒരു ക്രിസ്ത്യാനി ആകുകയും വേണ്ട. ഞാനൊരു മനുഷ്യനായാൽ മതി. അതുകൊണ്ട് ഇത്തരം അക്രമങ്ങളൊക്കെ ഇത്തരം ആളുകൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അവസാനിപ്പിക്കണം. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇതിനെ തടയാൻ പറ്റില്ല. ഇതിന്റെ കോർ റീസൺ നിങ്ങൾ കണ്ടെത്തണം. എന്തുകൊണ്ട് ആളുകൾ മാറുന്നു അവിടെയാണ് നിങ്ങൾ പരിഹരിക്കേണ്ടത്. അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. അല്ലാതെ അക്രമം കൊണ്ടൊന്നും ഇതിനെ തടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, 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 പറ്റുകയില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്തേക്ക് ഇവിടെ പറയാം.